കോഴിക്കോട് വീണ്ടും തെരുവ് നായ ആക്രമണം. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരന് പരിക്കേറ്റു. കുറിച്ചിറ കോയപ്പറമ്പ് തിർഫാന്റെ മകൻ ഇവാനെയാണ് തെരുവ് നായ ആക്രമിച്ചത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് 5 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റത്. നിലത്ത് വീണ കുട്ടിയുടെ കൈ കടിച്ചു പറിക്കാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് മാതാപിതാക്കൾ കണ്ടതിനാൽ പരിക്കുകളോടെ കുട്ടിയെ രക്ഷപ്പെടുത്താനായി. ഇവിടെയുള്ള നായൻ്റെ സൈസൊക്കെ കാണണോ? അത് തിന്ന് കൊഴുത്തിട്ട് ഒരാളെ നമ്മൾ വലിയ ആൾക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും സൈസ് ഉണ്ട് നായ്ക്കൾ. കൈയിൽ ആഴത്തിൽ മുറിവേൽക്കുകയും തലയിലും ശരീരത്തും പരിക്കേൽക്കുകയും ചെയ്തു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ നല്ല നായശല്യം ഉണ്ട്. എങ്ങനെങ്കിലും ഈ നായ്ക്കളൊന്ന് പുറത്തോട്ട് ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് പോക്കണം. ഞങ്ങൾക്ക് മദർസയിൽ പോകാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല. മോന് നേരത്തെ പരിക്കേറ്റിട്ടുണ്ടല്ലേ കാലിലൊക്കെ? ഇതെന്ന് പറ്റിയതാ? ഇത് അന്ന് ഉപ്പയുടെ ചാർജർ എടുക്കാൻ പോയപ്പോൾ നായ ഓടിച്ചതാണ്. നായ ഓടിച്ചപ്പോൾ ഞാൻ വീട്. അക്രമകാരിയായ നായയെ കണ്ടെത്താനായിട്ടില്ല. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. അധികൃതർ കണ്ണടയ്ക്കുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് 5 വയസ്സുകാരൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.